നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പോലീസ് കസ്റ്റഡിയിൽ. നാളെ 3 മണിവരെയാണ് ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ചെന്താമരയെ പോത്തുണ്ടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കനത്ത പോലീസ് കാവലിലായിരുന്നു തെളിവെടുപ്പ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി പോത്തുണ്ടിയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. വൻ പോലീസ് സന്നാഹത്തിലാണ് ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തിയത്. ചെന്താമരയുമായി എത്തുന്നതറിഞ്ഞ് നാട്ടുകാരും പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. കൊലപാതകം നടത്തിയതും കൃത്യത്തിനു ശേഷം രക്ഷപ്പെട്ട വഴിയും ചെന്താമര പോലീസിന് വിവരിച്ചു കൊടുത്തു. ചെന്താമരയുടെ വീട്ടിലും പരിസരത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. ജനുവരി 27 രാവിലെ അയൽവാസിയായ സുധാകരനെ കൊടുവാൾ ഉപയോഗിച്ച് ആക്രമിച്ചു. ഈ സമയം തനിക്ക് നേരെ ശബ്ദമുണ്ടാക്കിവന്ന ലക്ഷ്മിയെയും ആക്രമിച്ചു. ശേഷം ആയുധങ്ങളുമായി വീട്ടിലേക്ക് കയറി. കൊടുവാളും പൊട്ടിയ മരത്തടിയും വീട്ടിൽ വെച്ച ശേഷം പിൻവശത്തുകൂടെ പുറത്തിറങ്ങി വീടിന് സമീപത്തെ പാടവരമ്പത്തുകൂടെ അരക്കമലയിലേക്ക് നടന്നുവെന്നും ചെന്താമര വിശദീകരിച്ചു. ഈ വഴികളിലൂടെയൊക്കെ ചെന്താമരയെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി. പാടവരമ്പത്ത് കുറ്റിക്കാട്ടിൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും സിമ്മും ഉപേക്ഷിച്ചുവെന്നും പ്രതി പറഞ്ഞു. പാടവരമ്പത്തെ കമ്പുവേലി ചാടിക്കടന്നാണ് വനത്തിലേക്ക് നടന്നത്. നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ കനാലിലെ ഓവുപാലത്തിനടിയിലൂടെയും ഇറങ്ങി നടന്നു. വനത്തിൽ കയറുന്നതിനിടെ ആനയുടെ മുന്നിലകപ്പെട്ടു. ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട താൻ ഓടിമാറി മലയുടെ മറുവശത്ത് ഒളിച്ചിരുന്നുവെന്നും ചെന്താമര വിശദീകരിച്ചു. ഇക്കഴിഞ്ഞ ജനുവരി 27 പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസി ചെന്താമര കൊലപ്പെടുത്തിയത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സുധാകരനും സജിതയുമാണെന്ന് പറഞ്ഞായിരുന്നു കൊലപാതകം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.